വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല വീശി അടിച്ചൊരു പൊറോട്ടയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 2 കോഴിമുട്ട. നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഒഴിക്കാം. അതുകൊണ്ട് ഒരു സ്പൂണായിട്ട് നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ സ്പൂണായിട്ട് നല്ല അടിച്ച് മുട്ട ഒന്ന് യോജിപ്പിക്കണം. നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 3/4 ഗ്ലാസ് പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായിട്ടൊരു 10-30 പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യ് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അത് പൊറോട്ട നല്ല സോഫ്റ്റ് ആവാനാണ്. നെയ്യും പാലൊക്കെ ചേർത്താൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആവും. അതൊന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിക്കണം. നമുക്ക് ഈ കൂട്ട് കുറേശ്ശെ ഈ മാവിലേക്ക് ഒഴിച്ച് കുഴച്ച് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കുഴച്ചെടുക്കുക. നല്ലോണം എല്ലായിടത്തും ഈ കൂട്ട് എത്തിച്ച് നനക്കണം. അതിൽ കുറവുള്ളതിനെ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് പൊടിയൊക്കെ കുഴക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഓയിൽ തടവിയിട്ട് ഫുള്ളും ഇപ്പോൾ നല്ല പാകത്തിലയക്കണം പൊടി. നമുക്കിങ്ങനെ അമർത്തി നോക്കിയാൽ തന്നെ അറിയാം നല്ല പാകത്തിലയക്കണം. ഇനി കുഴക്കണ്ട ഇങ്ങനെ ഒരു 2.5-3 മണിക്കൂർ വെച്ചാൽ എത്ര മണിക്കൂർ നമ്മൾ വെക്കുകയെന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റായി കിട്ടും പൊറോട്ട. നല്ല നന്നാവും. ഇനി തോർക്കൊണ്ട് നനച്ചിട്ട് ഇതിന് മേലെ നല്ലോണം ഇട്ട് മൂടി വെക്കുക. നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഇപ്പോൾ 2-2.5 മണിക്കൂർ ആയപ്പോൾ മാവ് നല്ല പാകം കഴിക്കണം. ഇനി നമുക്കിത് ബോൾ മുറിച്ച് വെക്കാം. കുറച്ച് നേരം ബോൾ മുറിച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിങ്ങനെ നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കത്തി കൊണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കയ്യിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഓരോ ഉരുളാക്കിയെടുക്കാം. അങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ കൈമൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളെ പാകത്തിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഞാനിങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ കത്തിയിട്ട് മുറിച്ച് പീസാക്കി എടുക്കണവരും ഉണ്ട്. ഞാനിങ്ങനെ കയ്യിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ആണ് ചെയ്യൽ. ഇതേപോലെ കടിയിലൊക്കെ ഉണ്ടാക്കും. ഇതിങ്ങനെ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി കൊടുത്താലും ഇതുപോലെ നമുക്ക് ഓരോ ബോളുകളാക്കി മുറിച്ചെടുക്കാം. ഞാൻ വീശിയിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്.
ഇങ്ങനെ ബോൾ മുറിച്ചിട്ട് നേരെ എണ്ണ വരട്ടി വെക്കണം. ഓയിൽ സൺഫ്ലവർ ഓയിലോ ഏതാണല്ലോ ഓയിൽ ചില ഓയിൽ. ഇപ്പം എല്ലാം ബോൾ മുറിച്ച് ഓയിൽ വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് നനഞ്ഞ തുണി മേലിട്ട് മൂടി വെക്കാം. ഞാൻ എണ്ണ വരട്ടി ഇനി നമുക്കത് വീശി എടുക്കാം. ഈ കൈ ഇങ്ങനെ പിടിക്കണം. ഈ കൈ ഇതിൽ പിടിച്ചിട്ടാണ് വീശാനെടുക്കുക. ഈ കൈ കമിഴ്ത്തിയിട്ട് ഈ കൈ അടുത്ത കൈ മലത്തിൽ എടുക്കണം. ഇങ്ങനെ ഈ രണ്ട് വിരലോട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വേണം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ പതുക്കെ എല്ലാവരും പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ പല ഇതിൽ വെട്ടിയിട്ടാണ് വീശാതെ. അപ്പോൾ വീശിയതിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഓയിൽ തൂവിന് ശേഷമാണ് ഇത് ചുറ്റി വെക്കൽ. പൊറോട്ട വീശലൊക്കെ കഴിഞ്ഞ് ഒക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്തിട്ട് പരത്തിയിട്ട് ചൂടാണ് ഞാൻ. പരത്തിയിട്ട് ചുട്ടെടുക്കാം. നിങ്ങൾ നിറച്ചിട്ട് കൊടുക്കുക. നിറച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കരിയാതെ ഇടക്കൊന്ന് നിറച്ചിട്ട് കൊടുക്കണം. അധികം കരിയണ്ട. ചൂടോടൊക്കെ തന്നെ വേഗം എടുത്തിട്ട് ചൂടോടക്കനെ അടിച്ചു കൊടുക്കണം.
മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആദ്യം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മാത്രം ഓയിൽ തേച്ചാൽ മതി, പിന്നെ വേണ്ട. നെയ്യിട്ട് കൊടുത്താൽ ഈ ഓയിലിൻ്റെ കൂട്ടിൽ കുറച്ച് നെയ്യും ചേർത്താൽ നല്ല ടേസ്റ്റാണ്, പൊറോട്ട നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മളെ പൊറാട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണ്. നല്ല അടിപൊളി സോഫ്റ്റ് ആയ ലെയർ പൊറാട്ടേനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണം.